രാമ 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 ലോകാഭിരാമം രണരംഗധീരം രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാകരം തം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യേ. കാരുണ്യാമൃതവാരിധിം കരലസൽ കോദണ്ഡബാണോജ്വലം സീതാചിത്തസരോജ ചാരുമിഹിരം ദൂർവാദളശ്യാമളം ശ്രീമദ് വായുസുതേന ലാളിതപദാംഭോജം പരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം വില്വാദ്രിനാഥം ഭജേ. ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം ശ്രീരാമപുരനാഥം ഭജേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. ആപദാം അപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, എല്ലാവർക്കും നമസ്കാരം. രാമായണ കഥാമൃതം തുടരുകയാണ്. സാക്ഷാൽ ശ്രീ പരമേശ്വരൻ രാമായണ കഥ പറയാൻ ആരംഭിച്ചിരിക്കുന്നു. രാവണാദികളായ രാക്ഷസന്മാരെ കൊണ്ടും ദുഷ്ടന്മാരെ കൊണ്ടും പൊറുതിമുട്ടിയ ഭൂമിദേവി ഗോരൂപം ധരിച്ച്, പശുവിൻ്റെ രൂപം ധരിച്ച് ദേവന്മാരോടും താപസന്മാരോടും ബ്രഹ്മാവിനോടും കൂടി പാലാഴിയിൽ പള്ളികൊള്ളുന്ന ആ മഹാവിഷ്ണുവിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുന്ന രംഗം, അവിടെ ചെന്ന് വളരെ വിനയത്തോടുകൂടി, ഭക്തിയോടുകൂടി, വിഷമത്തോടുകൂടി ആ മഹാവിഷ്ണുവിനോട് അപേക്ഷിക്കുന്ന രംഗം ഒക്കെയാണ് ഇന്നത്തെ
ഭാഗത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. പുരുഷസൂക്തം കൊണ്ട് അതിവിശേഷപ്പെട്ട മന്ത്രമാണ് പുരുഷസൂക്തം, വൈദിക മന്ത്രം. അങ്ങനെയുള്ള പുരുഷസൂക്തം കൊണ്ട് ഭക്തിയോടുകൂടി ബന്ധിച്ച് എല്ലാവരും സ്തുതിക്കുന്നു. ആ സ്തുതി കേട്ട് സന്തുഷ്ടനായി ദേവന്മാർക്ക് മുമ്പിൽ ഭഗവാൻ മഹാവിഷ്ണു പ്രത്യക്ഷനായി. ബ്രഹ്മാദി ദേവന്മാർ വീണ്ടും സ്തുതിച്ച് നമസ്കരിച്ചു. ഇവിടെ ബ്രഹ്മാവ് എല്ലാവർക്കും വേണ്ടി സങ്കടം ഉണർത്തിക്കുകയാണ്. പൗലസ്ത്യതനയനായ രാക്ഷസ രാജാവ് രാവണൻ്റെയും മറ്റ് രാക്ഷസ പ്രവരന്മാരുടെയും ദുഷ്കർമ്മങ്ങൾ കൊണ്ട് 3 ലോകവും നശിച്ചു കൊണ്ടിരിക്കുകയാണെന്നും യാഗാദികളാകുന്ന സൽക്കർമ്മങ്ങൾ മുടക്കിക്കൊണ്ടും യോഗീശ്വരന്മാരെ, സാധുജനങ്ങളെ, സജ്ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടും അധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രാക്ഷസപ്രവരന്മാർ, അതിൽ കേമനായിരിക്കുന്ന രാവണൻ മർത്യനാൽ ഒഴിഞ്ഞ് മരണമില്ലെന്ന വരബലത്താൽ വളരെയധികം അഹങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വിവരങ്ങളെല്ലാം ബ്രഹ്മാവ് സാക്ഷാൽ മഹാവിഷ്ണുവിനെ അറിയിച്ചു. ഈ അഹങ്കാരത്തിൽ നിന്നും ദുഷ്ടകർമ്മങ്ങളിൽ നിന്നും സകലരെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങ് മർത്യനായിട്ട് അവതരിക്കണം ഭഗവാനെ, സകല സങ്കടങ്ങളിൽ നിന്നും മോചിപ്പിക്കണം ഭഗവാനെ എന്ന് ബ്രഹ്മാവ് മഹാവിഷ്ണുവിനോട് ഉണർത്തിക്കുന്നു. ഈ സമയത്ത് ഭഗവാൻ വിഷ്ണു പറഞ്ഞു, കശ്യപ പ്രജാപതി എന്നെ പുത്രനായിട്ട് കിട്ടുവാൻ വേണ്ടിയിട്ട് അനേക കാലം തപസ്സനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദശരഥനായി ജനിച്ചിട്ടുണ്ട്. കശ്യപ പ്രജാപതിയാണ് ദശരഥനായിട്ട് ജനിച്ചത്. ആ പ്രജാപതിയുടെ പത്നി അതിഥി ദേവി ഇപ്പോൾ കൗസല്യയായും ജന്മമെടുത്തിരിക്കുന്നു. അവരുടെ പുത്രനായി ഞാൻ ജനിക്കും. എൻ്റെ സഹോദരന്മാരായി 3 പേർ വരും. എൻ്റെ ശക്തിസ്വരൂപിണി വിശ്വേശ്വരി യോഗമായ ദേവിയും ജനക മഹാരാജാവിൻ്റെ രാജധാനിയിൽ ജനിക്കും. ഇന്ദ്രാദി ദേവന്മാർ വാനരകുലത്തിൽ പിറക്കണം. ഭൂമിദേവിക്കുണ്ടായ അതിഭാരത്തെ ഞാൻ തീർക്കുന്നു. ഇത്രയും പറഞ്ഞ് ഭഗവാൻ അന്തർധാനം ചെയ്തു. ഈ സമയത്താണ് അയോധ്യയിൽ, കോസലത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യ രാജധാനിയിൽ പുത്ര ലാഭാലോചന നടക്കുന്നത്. കോസല രാജ്യങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ അയോധ്യ പട്ടണം സൂര്യവംശ രാജാക്കന്മാരുടെ രാജധാനിയാണ്, തലസ്ഥാന നഗരിയാണ്. ഒരിക്കൽ ഇവിടെ ദശരഥൻ എന്ന് പ്രസിദ്ധനായ മഹാരാജാവ് ഭരിച്ചിരുന്നു. അസാമാന്യ കഴിവുള്ള പ്രസിദ്ധനായ ദശരഥൻ ധർമ്മനിഷ്ഠയോടെ രാജ്യം പരിപാലിച്ചു വന്നു. അങ്ങനെയുള്ള ആ ദശരഥ മഹാരാജാവ് കുലഗുരുവായ വസിഷ്ഠൻ്റെ നേതൃത്വത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അങ്ങനെ ജനങ്ങളെ പുത്രനിർവിശേഷം പരിപാലിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടി. എങ്കിലും തനിക്ക് പുത്രനില്ലാത്ത വിഷമം പലപ്പോഴും ഉണ്ടായി. കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ 3 ഭാര്യന്മാർ ദശരഥനുണ്ടായിരുന്നു. സന്താന സൗഭാഗ്യം ഇതുവരെ ഇല്ലാത്ത ദശരഥൻ്റെ ദുഃഖം വളരെ ഏറി വന്നു. വസിഷ്ഠ മഹർഷി ദശരഥൻ്റെ ദുഃഖത്തിന് പരിഹാരം കാണാൻ നിശ്ചയിച്ചു. ഋഷ്യശൃംഗൻ എന്ന പ്രഭാവശാലിയും ബ്രഹ്മിഷ്ഠനും മഹാജ്ഞാനിയുമായ മഹർഷിയെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തിൽ സരയൂ നദിയുടെ തീരത്ത് വെച്ച് ഒരു പുത്രകാമേഷ്ടി യാഗം നടത്തി. സന്താനമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ആ വിശേഷപ്പെട്ട ഇഷ്ടിയാണ് പുത്രീയാം ഇഷ്ടിമിഷ്ട്വ. അതിവിശേഷപ്പെട്ട ആ പുത്രകാമേഷ്ടി യാഗം അവിടെ വെച്ച് നടന്നു. പുത്രന്മാരില്ലായികയാൽ എനിക്കു രാജ്യാദി സമ്പത്ത് സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞ് അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ദശരഥ മഹാരാജാവ്. ആ രാജാവിന് ഈ സമയത്തൊക്കെ വളരെ വിഷമങ്ങൾ ഉണ്ടായെങ്കിലും ആ യാഗത്തിൻ്റെ ഒടുവിലായി ഒരു ദിവ്യ പുരുഷൻ ആ ഹോമകുണ്ഡത്തിൽ നിന്നും അങ്ങനെ പൊങ്ങി വന്നു. സാക്ഷാൽ അഗ്നിദേവൻ തന്നെ ആണെന്ന് നമുക്ക് രാമായണം പറഞ്ഞു തരുന്നു. ഹേമപാത്രത്തിൽ
ദിവ്യമായ പായസത്തോടുകൂടി വന്ന് പായസം ദശരഥ മഹാരാജാവിന് നൽകുന്നു. താവകം പുത്രീയമി പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതം എന്ന് പറഞ്ഞ് ദശരഥന് നൽകുന്നു. കൗസല്യാദേവിക്കർദ്ധം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും. സുമിത്രയ്ക്ക് കൗസല്യാദേവിയും കൈകേയിയും. ഇങ്ങനെ ആ പായസത്തെ വിഭജിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് വിവരിക്കും. ഇതിൻ്റെ ഫലമായിട്ട് ആ പുത്രകാമേഷ്ടി യാഗത്തിൻ്റെ ഫലമായിട്ട്, ഈശ്വര അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട്, സൽക്കർമ്മത്തിൻ്റെ ഫലമായിട്ട്, ഗുരുവിനെ വേണ്ടതുപോലെ ആശ്രയിച്ചതിൻ്റെ ഫലമായിട്ട് ആ ദശരഥ മഹാരാജാവിന് 4 കുട്ടികളുണ്ടായി എന്നുള്ള വിശേഷപ്പെട്ട രംഗം. അതാണ് ഇവിടെ ശ്രീരാമ അവതാരമായിട്ട് രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇതി സംജ്ഞയാ എന്ന് ഭാഗവതത്തിൽ പറയുന്ന ഭാവത്തിൽ സാക്ഷാൽ ശ്രീരാമ അവതാരത്തെ ഇവിടെ വർണ്ണിക്കുന്നു. ആ അവതാരം രംഗം വളരെയധികം വിശേഷപ്പെട്ട അവതാര രംഗം. അതാണ് നമ്മൾ ഇന്നത്തെ ദിവസം അനുസ്മരിക്കാനുള്ളത്. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ. തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനൻ. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാനതു കാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഗനാൽ ചെയ്യപ്പെട്ടൊരാഹൂതിയാലേ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം. ഹോമം വിശേഷപ്പെട്ട ഹോമം യാഗം നടത്തുന്ന സമയത്ത് ആ ഹോമകുണ്ഡത്തിൽ നിന്ന് ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ. താവകം പുത്രീയമി പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും. ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും. ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ. കൗസല്യാദേവിക്കർദ്ധം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മന പാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും. മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറ് ഗർഭവും ധരിച്ചിതു മൂവരുമതുകാലം. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി
നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ഛസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ഛസ്ഥനുദയം കർക്കടകം. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. ശ്രീരാമ ജയ ജയ ശ്രീരാമ ജയ ജയ ശ്രീരാമചന്ദ്ര ജയ ജയ ശ്രീരാമ രാമ 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 രാമ. വളരെ ശ്രേഷ്ഠമായ ശ്രീരാമ അവതാരം ഇവിടെ വിശേഷമായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്ന ആ സന്ദർഭത്തിലാണ് ഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണു അച്യുതൻ ശ്രീരാമനായി അയോധ്യയിൽ ജനിച്ചത്, അവതരിച്ചത് എന്ന് വിശേഷമായിട്ട് പറഞ്ഞു. കർക്കടകത്തിൽ അത്യുച്ഛസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ഛസ്ഥനുദയം കർക്കടകം. അർക്കജൻ തുലത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേയും പുഷ്യനക്ഷത്രം കൊണ്ടേ. പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പൽപേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ. ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അവതാര സമയത്തുള്ള പ്രത്യേകതകൾ, ഗ്രഹങ്ങളുടെ പ്രത്യേകതകളൊക്കെ ഇവിടെ വിവരിച്ചു. അർക്കജൻ ശനി തുലാത്തിൽ, വക്രൻ ചൊവ്വ, കുജൻ ഇവിടെ ഓരോരോ ഭാവത്തിൽ ഉച്ചരാശിയിൽ നിൽക്കുന്നു, മീനത്തിൽ, പിന്നെ മകരത്തിൽ ചൊവ്വയുടെ രാശി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിവരിച്ച് നക്ഷത്രം പുണർദം നക്ഷത്രം ശ്രീരാമചന്ദ്രസ്വാമി പുണർദം നക്ഷത്രം, പൂയം നക്ഷത്രം, ആയില്യം നക്ഷത്രം ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളിലാണ് ശ്രീരാമചന്ദ്രസ്വാമിയും സഹോദരന്മാരും അവതരിച്ചതെന്ന് പറഞ്ഞു. ശ്രീരാമൻ പുണർദത്തിലും ഭരതൻ പൂയം നക്ഷത്രത്തിലും ലക്ഷ്മണൻ ശത്രുഘ്നൻ ഇവർ ആയില്യം നക്ഷത്രത്തിലും ജനിച്ചു. ഈ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ദിവ്യ സ്വരൂപത്തെ കണ്ട് അമ്മയായ കൗസല്യാദേവി ഭക്തിയോടുകൂടിയിട്ട് ശ്രീരാമചന്ദ്രസ്വാമിയെ സ്തുതിക്കുന്ന ഭാഗമാണ് കൗസല്യാസ്തുതി. സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ. നിന്തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു
സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിരിന്ന് ഉത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയൻ ഏകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയനിലയനൻ അദ്വയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വൻ മാനസ പത്മ മധുപൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദിഭി സേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു നിൻ പാദാംഭോജം കാൺമാനും യോഗം വന്നു ത്വൽക്കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണം ഇക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ മോഹിപ്പിച്ചിടായിക മാം ലക്ഷ്മീ പദേ. ആ സർവേശ്വരനായ ശ്രീരാമചന്ദ്രസ്വാമിയെ കൗസല്യ ദേവി ഭക്തിയോടുകൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ആണ് ഇവിടെ നമ്മൾ അനുസ്മരിച്ച് കൊണ്ട് സമർപ്പിക്കുന്നത്. ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ശ്രീരാമചന്ദ്രചരണോ മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണോ വചസാ ഗൃണാമി ശ്രീരാമചന്ദ്രചരണോ ശിരസാ നമാമി ശ്രീരാമചന്ദ്രചരണോ ശരണം പ്രപദ്യേ. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. നാമജപത്തിനാലേ വരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവപരൻ മാനുഷാകാരനാം രാമനെന്നാകുന്നതും താരക ബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി. കായേന വാചാ
മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.